നമസ്കാരം. നവീൻ ഇൻസ്പയർസ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഏതൊരു ബിസിനസ് എടുത്ത് നോക്കിയാലും, ഏതൊരു പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും, അതല്ല ഒരു മാർഷൽ ആർട്ടോ കലാരൂപമോ, ഇത് എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മേഖലയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ഉദാഹരണത്തിന് ഡാൻസ് എന്ന് പറയുമ്പോൾ തന്നെ മൈക്കിൾ ജാക്സനെ എല്ലാ ആളുകളും ഓർക്കുകയാണ് ചെയ്യാറ്. അതുപോലെ പാട്ടെന്ന് പറയുമ്പോൾ SPB ഓർക്കാറുണ്ട്. അതേപോലെ നിങ്ങൾ മറ്റു ചില വ്യക്തികളെ ഓർക്കാറുണ്ട്. ഏത് മേഖലയാണെങ്കിലും, മാർഷൽ ആർട്ട് ആണെങ്കിൽ ജാക്കി ചാൻ അല്ലെങ്കിൽ ബ്രൂസിലി, അങ്ങനെ ചില വ്യക്തികളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട് വരും. ക്രിക്കറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആരുടെ പേരാ മനസ്സിൽ വരുന്നത് ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ഓരോ മുഖങ്ങള് നമ്മുടെയൊക്കെ മനസ്സിൽ വരാറുണ്ട്. ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ആ മേഖലയിലെ ടോപ്പ് 1% വരുന്ന വ്യക്തികളാണ്. അതായത് ഒരുപാട് ആളുകൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ കഴിയാത്ത ആ ഏറ്റവും മികച്ച 1% എത്തപ്പെട്ട ആളുകളുടെ മുഖമായിരിക്കും നമ്മൾ ഓർത്തു വെക്കുന്നത്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ഒരു പ്രൊഫഷണൽ ആണെങ്കിലും, ഒരു ബിസിനസ്സുകാരനാണെങ്കിലും, അതല്ല ഏതെങ്കിലും ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും നമുക്കും ആ ടോപ്പ് 1%ലേക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ടോപ്പ് 1% നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെയൊക്കെ സൈക്കോളജി ഒരു നോർമൽ മനുഷ്യനെക്കാളും വ്യത്യസ്തമാണ്. അതായത് ഒരു സാധാരണ മനുഷ്യൻ, ഒരു ഓർഡിനറി മാനെക്കാട്ടിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടായിരിക്കും ഇവരുടെ സൈക്കോളജി ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ കൃത്യമായ രീതിയിൽ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ പ്രവൃത്തി പദത്തിൽ ആ കാര്യങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ മേഖലയിലെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വ്യക്തിയായി മാറാനും കഴിയും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ ആ ക്വാളിറ്റീസ് എന്ന്. നമ്പർ 1, ബിഗിനർ മൈൻഡ് സെറ്റ്. ഇവർക്ക് ഏത് കാര്യം ചെയ്യുന്ന സമയത്തും പുതുതായി ഞാൻ ആ കാര്യം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആദ്യമായാണ് ഞാൻ ആ കാര്യം ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നലുണ്ട്. അതായത് 30 വർഷം ഈ വ്യക്തി ഒരു പെർട്ടിക്കുലർ രംഗത്ത് പരിശീലനം കൈവരിച്ച വ്യക്തി ആയിരിക്കാം, അതല്ലെങ്കിൽ 30 വർഷമായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ആയിരിക്കാം. എന്നാൽ ഒരു പുതിയ കാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ 30 വർഷമായി ഇത് ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള തോട്ട് പ്രോസസ്സിലല്ല, ഞാൻ ഒരു പുതിയ ആളാണ് എന്നുള്ള എക്സൈറ്റ്മെന്റിലായിരിക്കും ഇവർ ആ കാര്യം ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കാര്യം പഠിക്കാനുള്ള അവരുടെ ബ്രെയിൻ നെർവ്സ് കുറച്ചൊരു ഫ്ലെക്സിബിൾ ആവുകയും അവർക്ക് കൃത്യമായി ആ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയും ചെയ്യും. അവർക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. ഒരു പുതിയൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന സമയത്ത് അത് ചെയ്യാനും അത് ഏറ്റവും മനോഹരമായി തന്നെ കംപ്ലീറ്റ് ചെയ്യാനും ഉള്ള ഒരു ക്യൂരിയോസിറ്റിയും ഒരു എക്സൈറ്റ്മെന്റും അവർക്ക് കാണും. അവർ ഒരു പുതിയ കാര്യമായി കാണുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യാൻ പോകുന്ന ഒരു തുടക്കക്കാരനായിട്ടാണ് എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് അവർ കാര്യങ്ങൾ കുറച്ചൊരു ഓപ്പൺ ആയ രീതിയിൽ സമീപിക്കുന്നുണ്ട്. ഈ ഓപ്പൺ ആയ രീതിയിൽ സമീപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ക്രിയാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ 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 പോസിബിലിറ്റീസ്, പുതിയ 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 അവസരങ്ങൾ ഇത് കണ്ടെത്താനും അവർക്ക് ഈസി ആയിട്ട് കഴിയും. പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ആ ഒരു ക്രിയേറ്റീവ് സ്കില്ല് തന്നെയാണ് ഇവർക്ക് ബിഗിനർ മൈൻഡ് സെറ്റിലൂടെ കൈവരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ആയിരക്കണക്കിന് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കാതെ ഞാൻ ഇതൊരു പുതിയ ആളാണ്, ഈ ഒരു രംഗത്ത് പുതിയൊരു വീഡിയോ ചെയ്യുകയാണ് എന്ന് ചിന്തിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങളും കെയർഫുൾ ആയിരിക്കും. സാധാരണ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ സൗണ്ട് ഓണാക്കാൻ മറന്നു പോയെന്നിരിക്കാം, അല്ലെങ്കിൽ ലൈറ്റ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യണമെന്നില്ല. എന്നാൽ പുതിയ ഒരാളാണെന്ന് ചിന്തിക്കുമ്പോൾ വളരെയധികം അലേർട്ട് ആയിരിക്കും. ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിങ്ങൾ ഒരു ബിഗിനർ മൈൻഡ് സെറ്റോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് അർത്ഥം വരുന്ന രീതിയിൽ IR എന്ന വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. 2, മെന്റൽ കോൺട്രാസ്റ്റിംഗ്. ഈ വ്യക്തികളെ സംബന്ധിച്ച് ടോപ്പ് 1% ആയ ആളുകളെ സംബന്ധിച്ച് അവർ മെന്റൽ കോൺട്രാസ്റ്റിംഗ് വളരെയധികം ചെയ്യുന്ന വ്യക്തികളാണ്. ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പരിണത ഫലമാണ് വേണ്ടത്, എന്ത് ലക്ഷ്യമാണ് കൈവരിക്കേണ്ടത് കൃത്യമായി അവർ വിഷ്വലൈസ് ചെയ്യും. അതായത് അവർക്ക് എന്താണോ വേണ്ടത് ആ കാര്യം മനസ്സിൽ കൃത്യമായി കണ്ട ശേഷമായിരിക്കും അവർ തുടങ്ങുന്നത്. ഈ മെന്റൽ കോൺട്രാസ്റ്റിംഗിനെ വേണമെങ്കിൽ ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് നമുക്ക് പറയാം. അതായത് അവസാനം കണ്ടുകൊണ്ട് തുടങ്ങുക. ഈ രീതിയിൽ മെന്റൽ കോൺട്രാസ്റ്റിംഗ് നടത്തുമ്പോൾ അവരൊരു കാര്യം ശ്രദ്ധിക്കും, അവർക്ക് എന്താണോ വേണ്ടത് അത് കാണുക മാത്രമല്ല ചെയ്യണത്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് വരാം, എന്തൊക്കെ ചാലഞ്ചസ് വരാം, ഇത് അവർ കൃത്യമായി ആന്റിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മുൻകൂട്ടി കാണാൻ തയ്യാറാവും. ഇങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ അവർ കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വെല്ലുവിളി കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഇവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, മെന്റൽ കോൺട്രാസ്റ്റിംഗ് ആണ്. നിങ്ങളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഏത് ലെവലിലാണ് എത്തിക്കേണ്ടത് നിങ്ങൾ മനസ്സിൽ കാണുന്നതിനൊപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെ വെല്ലുവിളി വരാം, എന്തൊക്കെ അധികം സ്കിൽസ് ആണ് ഞാൻ നേടേണ്ടത്, എന്തൊക്കെയാണ് എന്റെ നോളജിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് ആ ഒരു ഒബ്സ്റ്റക്കിൾ വന്നാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയാണ് തുടങ്ങുന്നതെങ്കിൽ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായ രീതിയിൽ ചെയ്യാനായി താങ്കൾക്കും കഴിയുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ ടോപ്പ് 1% ക്വാളിറ്റി ഇതാണ്, മെന്റൽ കോൺട്രാസ്റ്റിംഗ്. 3, ഫസ്റ്റ് ഇംപ്രഷൻ.
ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ടോപ്പ് 1% എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവർക്കറിയാം അവർക്ക് മുന്നിൽ വന്നിരിക്കുന്ന അവസരം അത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അവർ വേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന്. അതുകൊണ്ട് ഇവർ കൃത്യമായി ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമുക്കറിയാം, ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി റാപ്പിഡ് അസസ്മെന്റ് ആയിരിക്കും ചെയ്യുന്നത്. പെട്ടെന്നായിരിക്കും നിങ്ങളെ അസസ് ചെയ്യുന്നത്. കുറച്ച് സമയം കൊണ്ട്, കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങളെ ആ വ്യക്തി അസസ് ചെയ്ത് കഴിയും. അതുകൊണ്ട് ഇവർ വളരെ മനോഹരമായ ഒരു ബിഹേവിയർ ആയിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവർ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഇവർ ജനറേറ്റ് ചെയ്യും. മാത്രമല്ല, നമ്മളൊരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ടോണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമ്മളെ അളക്കാൻ കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് ആണ്. ഇവരുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഇവരുടെ ടോൺ ആണെങ്കിലും ഇവരുടെ സംസാര രീതി ആണെങ്കിലും മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആണ്. ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ട സമയത്ത് ആ വ്യക്തി നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ വളരെ മനോഹരമായ കാര്യങ്ങളാണെങ്കിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഓർമ്മയായിരിക്കും വരുന്നത്. എന്നാൽ ആ വ്യക്തി നമുക്ക് സമ്മാനിച്ചത് ഒരു കൂട്ടം മോശം ഓർമ്മകളാണെങ്കിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടോപ്പ് 1% എപ്പോഴും ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താറുണ്ട്. നിങ്ങളും നിങ്ങളുടെ മേഖലയിൽ നിങ്ങളൊരു കസ്റ്റമറെ കാണാൻ പോകുന്ന സെയിൽസ്മാൻ ആണെങ്കിലും, നിങ്ങളൊരു ബിസിനസ് ഡീലിൽ പോകുന്ന ബിസിനസ്മാൻ ആണെങ്കിലും, കുട്ടികളുടെ മുന്നിൽ ചെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിലും, നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ വളരെ ഭംഗിയായി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കണം. ഇത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്ര വളരെ ഈസി ആക്കി മാറ്റുകയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യും. 4. എഫക്റ്റീവ് കോൺവെർസേഷൻ. ടോപ്പ് 1% എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. അവർ കുറച്ച് കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷെ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാവും. അവരുടെ കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ അവരുടെ കോൺവെർസേഷൻ എക്സ്പെർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും കൃത്യമായി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയി നെറ്റ്വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ബന്ധങ്ങളെ നിലനിർത്താനായി കോൺവെർസേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ആ മേഖലയിൽ ഒരു വൺ സക്സസ്ഫുൾ പേഴ്സൺ ആയി മാറാൻ കഴിയില്ല. നമുക്കറിയാം, സ്കില്ലുള്ള ഒരുപാട് ആളുകൾ നമ്മൾ ചുറ്റും കാണാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ വ്യക്തിക്ക് വളരെയധികം സ്കില്ലുണ്ടല്ലോ, പിന്നെന്താ ഈ വ്യക്തിക്ക് അതുപോലെ ആകാൻ കഴിഞ്ഞത്? അതിനൊരു റീസൺ ഇവരുടെ കോൺവെർസേഷൻ തന്നെയാണ്. ഇവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ പോയി ആ വ്യക്തികളോട്, അതായത് ആരോടാണോ സംസാരിക്കേണ്ടത് ആ വ്യക്തികളോട് നെറ്റ്വർക്ക് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനോ അവരൊരു കൊളാബറേഷൻ ഉണ്ടാക്കാനോ ഇതിനൊന്നും കഴിയാറില്ല. പക്ഷെ ടോപ്പ് 1% എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അവർ കോൺവെർസേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് എവിടെയൊക്കെയാണോ അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി സെൻസ് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റി സ്മെല്ലേഴ്സ് ആയിരിക്കും അവർ. അതായത് പുതിയ പുതിയ അവസരങ്ങളെ മണത്ത് കണ്ടുപിടിക്കുന്ന ആളുകളായിരിക്കും. അവിടെ കൃത്യമായി കോൺവെർസേഷൻ നടത്തി കൃത്യമായി ആ വ്യക്തിയുമായി ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് അതിലൂടെ ഓപ്പർച്യൂണിറ്റീസിനെ ജനിപ്പിക്കുന്ന വ്യക്തി കൂടിയായിരിക്കും ഈ ടോപ്പ് 1% വരുന്ന വ്യക്തികൾ. 5. ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ടോപ്പ് 1% എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളാണ്. അവരെ സംബന്ധിച്ച് ഞങ്ങൾ ഇത്രയും വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന് അവർ ഒരിക്കലും ചിന്തിക്കില്ല. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് എന്തൊക്കെ മാറ്റമാണ് തന്നിൽ വരുത്തേണ്ടത്, എവിടെയൊക്കെയാണ് തന്റെ സ്കിൽസ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ എന്നെ മിടുക്കനാക്കി മാറ്റേണ്ടത്, എപ്പോഴും അവർ ചിന്തിക്കുന്നത് എങ്ങനെ കുറച്ചുകൂടി മിടുക്കനാവാം, ഒരു എക്സ്ട്രാ മൈൽ എങ്ങനെ സഞ്ചരിക്കാം. ഇവർക്ക് അറിയുന്ന ഒരു പ്രിൻസിപ്പിൾ ഇതാണ്, എവറിത്തിങ് ക്യാൻ ബി ഡൺ ഇൻ എ ബെറ്റർ വേ. ഇപ്പൊ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ വേയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഈ ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വളരെ ഹൈ ആയിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ഇൻഫർമേഷൻ എടുക്കാനും പുതിയ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് ഭയങ്കര സ്പീഡിൽ തന്നെ പറ്റും. മറ്റുള്ള ആളുകൾ 1-2 വർഷം കൊണ്ടായിരിക്കും പുതിയൊരു സാഹചര്യം വരുമ്പോൾ അവിടെ പൊരുത്തപ്പെടുന്നത്. പക്ഷെ ഈ ടോപ്പ് 1% സംബന്ധിച്ച് അവർ 1-2 ദിവസം കൊണ്ട് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമിങ് ആ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഇത്ര ഫാസ്റ്റ് ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു മനോഭാവമുള്ള വ്യക്തികൾ കൂടിയാണ് ടോപ്പ് 1%. അപ്പൊ നമുക്കും നമ്മുടെ മേഖലയിൽ ഒരു ബെറ്റർ പേഴ്സൺ ആയി മാറുന്നുണ്ടെങ്കിൽ, ഒരു ടോപ്പ് ലെവലിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങളെ ആദ്യം റെസിസ്റ്റ് ചെയ്ത് നിൽക്കാതെ അതെന്താണെന്ന് മനസ്സിലാക്കി അതെന്താണെന്ന് പഠിച്ച് തന്നിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എത്രയും വേഗം മുൻപോട്ട് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ, ഈ 5 കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്താലും നമ്മൾ ടോപ്പ് 1%ൽ എത്തണമെന്നില്ല. ഈ പറയാൻ പോകുന്ന 6ാമത്തെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ. കാരണം നമ്മൾ ഈ 5 കാര്യങ്ങൾ വളരെയധികം എഫേർട്ട് എടുത്തും വർഷങ്ങൾ എടുത്തുമായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് ഈ 6ാമത്തെ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതെല്ലാം പൊളിഞ്ഞു വീഴാനായി നിമിഷങ്ങൾ മതി. അതാണ് 6ാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, അവോയ്ഡ് ടോക്സിക് റിലേഷൻസ്.
അതെ, ടോക്സിക് ആയ ബന്ധങ്ങൾ. കാരണം ഈ 5 കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ജന്മത്തെ എഫേർട്ട് വേണം. ഈ ജന്മത്തെ എഫേർട്ട് കൊണ്ട് ഇവരതൊക്കെ നേടുന്ന സമയത്ത് ഇവരുടെ അടുത്തുള്ള വ്യക്തികൾ ടോക്സിക് ആയ വ്യക്തികളാണെങ്കിൽ, അതായത് ഇവർക്ക് നെഗറ്റീവ് എനർജി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഇവർ ചെയ്യുന്ന കാര്യങ്ങളെയൊന്നും റെക്കഗ്നൈസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ, എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന, അതായത് ഒരു ഡിസ്ട്രക്റ്റീവ് ലെവലിൽ ചോദ്യം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തികൾക്ക് മുൻപോട്ട് കുതിച്ചു പോകാൻ കഴിയില്ല. ഇവർക്ക് എപ്പോഴും ഈ സ്ട്രെസ് കിട്ടുന്ന സമയത്ത് ഹൈ ലെവൽ ആയിരിക്കും ഇവരുടെ കോർട്ടിസോൾ ലെവൽ. കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കണ്ടമാനം കണ്ട് ഈ വ്യക്തികളിൽ വന്നാൽ അവരുടെ ഈ സ്കിൽ സെറ്റ് എല്ലാം തന്നെ തളർന്നു പോകും. അപ്പൊ ഇമോഷണലായും മാനസികമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളോടൊപ്പം വേണം ഈ വ്യക്തികൾ നിൽക്കാൻ. അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ ടോപ്പ് 1% നിന്നും ഏറ്റവും ബോട്ടം 1%ലേക്ക് പോകാൻ ദിവസങ്ങൾ മതിയാവും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ടോപ്പ് 1% എത്തണമെങ്കിൽ നിങ്ങളുടെ അസോസിയേഷൻ വളരെ ക്രിട്ടിക്കലാണ്. നിങ്ങൾ പെരുമാറുന്ന വ്യക്തികൾ ഒരു പോസിറ്റീവ് ട്രൈറ്റ് ഉള്ള ആളുകളാണെങ്കിൽ, സപ്പോർട്ടീവായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള കുതിപ്പ് അനായാസം തന്നെ നടക്കുന്നതാണ്. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഇവരെ പോലെ നമുക്ക് നമ്മുടെ മേഖലയിൽ ടോപ്പ് 1%ലേക്ക് എത്തിച്ചേരാൻ കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ ഒരു വിജയായി മാറണം, ടോപ്പ് 1% തന്നെ എത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് നേടിയെടുക്കും എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഐ വിൽ ഡു എന്ന രീതിയിൽ IWD എന്ന് കമന്റ് ചെയ്യണം. ഐ വിൽ ഡു അല്ലെങ്കിൽ IWD എന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഇതേപോലുള്ള ഇൻസ്പിറേഷണൽ ആയ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നൽകാൻ സഹായിക്കുന്ന വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. NK signing off.